ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ സംപ്രേഷണ പരിപാടി ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിലെ 14ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ശീർഷകമെങ്കിലും നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ കണക്കാക്കി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വളർച്ചയും ഒക്കെയാണ് ഇപ്പം നമ്മൾ ഇതിൽ നമ്മുടെ വിഷയമായിട്ടിവിടെ പ്രതിപാദിക്കുക. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ഒരുപാട് സമരങ്ങളിലൂടെ കടന്നുപോയി നശീകരണ പ്രവർത്തനങ്ങൾ ആണ് വിപ്ലവത്തിൻ്റെ മാർഗം എന്ന് ധരിച്ചു വരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇലക്ട്രിസിറ്റി ബോർഡിൽ ശമ്പള വർധനത്തിന് വേണ്ടിയിട്ടുള്ള സമരം ഒത്തുതീർപ്പാകാതെ വന്നപ്പോൾ ട്രാൻസ്ഫോർമറുകൾ കത്തിക്കുക, ടവറുകൾ മറിച്ചിടുക, ഇങ്ങനെയുള്ള നശീകരണ സമ്പ്രദായത്തിലൂടെ ഈ പാർട്ടി കടന്നുപോയി. അതിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കില്ലാന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല. മറ്റ് പലരും അതിനകത്ത് പങ്കെടുത്തു. അതുപോലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ശമ്പള വർധനയോ ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ സമരം തുടങ്ങുക, ആ ബസ്സിന് അള്ളു വെക്കുക, കല്ലെറിയുക, തീ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രാകൃതമായ രീതിയിൽ പാർട്ടി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയിൽ ആളുകളുടെ ഒരു പിന്തുണ കുറഞ്ഞു വന്നു. അപ്പം അങ്ങനെ വന്നു. ആളുകൾക്ക് ജനങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ, തൊഴിലാളികൾക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ അവരത് പറയുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാർ കേരളത്തിൽ ടവർ മറിച്ചിടുക, വണ്ടിക്ക് തീ വെക്കുക, ടയർ വിൽക്കുക, സ്പെയർ പാർട്ടുകൾ വിൽക്കുക, ഇങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധന്മാർ കേരളത്തിൽ കയറി പ്രവർത്തിക്കുന്നു എന്ന് പാർട്ടി വലിയ പ്രചരണം നടത്തി വന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം എത്രയുണ്ടോ ആ കണക്കാക്കുന്ന തുക കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടൂ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ രീതിയൊക്കെ മാറി. ഇപ്പോൾ ആരും സമരത്തിനില്ല. പ്രത്യേകിച്ചും പാർട്ടി അധികാരത്തിലുള്ളപ്പോൾ ഒരു സമരത്തിനില്ല. പാർട്ടി അധികാരത്തില്ലെങ്കിൽ ചെറിയ സമരം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വന്നു നമ്മുടെ പാർട്ടിയുടെ ഒരു വളർച്ചയുടെ കാറ്റത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം ഒരു സ്ഥാപനം എന്നോട് പറയും. ചിലർ നമ്മുടെ ഒരു വ്യക്തിയല്ല സ്ഥാപനമാണെന്ന് ചിലരെക്കുറിച്ച് പറയും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്ഥാപനവുമല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. പ്രസ്ഥാനവും മാത്രമല്ല, അദ്ദേഹം ഒരു പ്രതിഭാസമാണ്. രാഷ്ട്രീയത്തിൽ, ലോക രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇതുപോലെ ഒരു പ്രതിഭാസം, ഒരു വ്യക്തി ഈ രീതിയിൽ വളരുകയും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുകയും സംസ്ഥാനത്തെ സമഗ്രമായിട്ട് നിയന്ത്രിക്കുകയും എതിർചേരിയിലുള്ളവരോട് ഒരു ദയയില്ലാതെ പെരുമാറുകയും അതിൽ കിട്ടാനായിട്ട് സമ്പന്നരെ കൂട്ടുകയും അവർക്ക് അവിഹിതമായിട്ട് ആനുകൂല്യങ്ങൾ നൽകുകയും അങ്ങനെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അനുഭാവികൾക്ക് പങ്കുവച്ച് അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി ഒരു പുതിയ മാതൃക, കമ്മ്യൂണിസ്റ്റ് മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിസ്റ്റ് മാതൃക എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ലെങ്കിലും ഒരു സാമ്പത്തിക സാമൂഹ്യ ഭരണ മാതൃക അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് പറയാനുള്ളത്, ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഗവേഷണം നടത്താനുള്ള ഒരു അത്രയേറെ പ്രത്യേകതകൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. ഒരു വ്യക്തി ആലോചിക്കുക, ലോകത്ത് ആകമാനം കമ്മ്യൂണിസം തകർച്ചയിലാണ്. കമ്മ്യൂണിസത്തിന് ആ പേരിലൊരു നിലനിൽപ്പില്ല. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും അത് തകർച്ചയിലായി. പക്ഷെ കേരളത്തിൽ ഒരു വ്യക്തി ആ പാർട്ടിയിലെ തന്നെ എതിരാളികളെ അസ്തപ്രഭരാക്കി എതിർ പാർട്ടികളെ തോൽപ്പിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സംവിധാനം ആകെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു വലിയ മാന്ത്രിക വിദ്യയാണ്. അതിന് പലരും മറുനാടൻ മലയാളി ചാനലിൻ്റെ ഷാജൻ സെറിയാക്ക് പറയുന്ന പോലെ പിണറായിസം എന്ന് പറഞ്ഞൊരു വാക്ക് അദ്ദേഹം കണ്ടുപിടിച്ചു. അത് വളരെ ശരിയാണ്. അതൊരു ഇസം തന്നെയാണ്. കമ്മ്യൂണിസത്തിന് അപ്പുറത്തേക്ക് ഒരു ഇസം, ഒരു രാഷ്ട്രതന്ത്രജ്ഞത, അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ കഴിയുന്നുള്ളത് ഒരു പാഠമായിട്ട് കാണിച്ചു തന്ന വ്യക്തിയാണ് സഖാവ് പിണറായി വിജയൻ. അതിന് അദ്ദേഹം സ്വീകരിച്ച ഒരു വലിയ തന്ത്രം ഒരുപക്ഷെ ഇതിനു മുമ്പ് ആരെങ്കിലും ആയിട്ട് കേൾക്കുന്നില്ല. ജാതി മത അധിഷ്ഠിത രാഷ്ട്രീയ ധനിക ആധിപത്യം, നമ്മുടെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നുള്ളതിനെ അതിലൊരു മാറ്റം കൊണ്ടുവരിക. അതിന് പകരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ജാതി മതാധിഷ്ഠിത രാഷ്ട്രീയ ധനികാധിപത്യം, ജാതിയെയും മതങ്ങളെയും ഓരോ ഘട്ടങ്ങളിൽ ഭിന്നിപ്പിച്ച് അതൊരു രാഷ്ട്രീയ തന്ത്രമാക്കി ആ രാഷ്ട്രീയ തന്ത്രം നടപ്പിലാക്കാനായിട്ട് ധനികരെ കൂട്ടുപിടിക്കുക. ആ ധനികർ ഈ ഒരു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എവിടെ നോക്കിയോ അതിനുശേഷമുള്ള ഒരു 10-30 വർഷത്തിനുള്ളിൽ നടന്ന ഇലക്ഷനുകൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു പ്രതിഭാസമാണ് നമ്മുടെ കേരളത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതും വിജയം കണ്ടിട്ടുള്ളതും. അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്കൊരു സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ടുന്ന ഇടതുപക്ഷത്തിന് അങ്ങനെ നല്ല ശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന ആളെന്നുള്ള മട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പരീക്ഷിച്ച് വിജയിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. വളരെ ജനകീയനായിരുന്ന, ജനങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരനായിരുന്ന മുതിർന്ന നേതാവ് സഖാവ് അച്യുതാനന്ദൻ, അദ്ദേഹം അഴിമതിക്കെതിരായി നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സമരം നടത്തി മതികെട്ടാലിലും മറ്റും പോയി ദൈവവിടത്ത് മൂന്നാർ പ്രദേശങ്ങളിൽ നടന്ന അനധികൃത കയ്യേറ്റങ്ങളെ അദ്ദേഹം എതിർത്തു. പാർട്ടി തലത്തിലും എല്ലാ പാർട്ടിക്കാരുമുണ്ട്. പാർട്ടി മാത്രമല്ല, സമുദായ സംഘടനകളും മത സംഘടനകളും ഒക്കെ അതിനകത്ത് ഈ പൊതു മുതൽ കയ്യേറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവരെ ഒഴിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഈ ഒരു
ജാതി മതാധിഷ്ഠിത രാഷ്ട്രീയം അതിനോട് സമ്പന്നരെ കൂട്ടിയേർത്ത് വലിയ ഒരു ഫോർമുല ഇദ്ദേഹം തയ്യാറാക്കി. ആ ഫോർമുലയാണ് ഇന്ന് കേരളം അടക്കി പിടിക്കുന്നത്. അതിലാദ്യത്തെ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പാർട്ടിയിലെ ഒരു ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആ നിലയിലുണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു, ലീലാകൃഷ്ണൻ നായർ, ഇന്നത്തെ പ്രമുഖ ഹോട്ടൽ വ്യവസായി ആയിരുന്ന ലീലാകൃഷ്ണൻ നായർ ഇദ്ദേഹത്തിൻ്റെ ഈ തന്ത്രം കഴിവ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹമായിട്ട് ചങ്ങാത്തം ഉണ്ടായി. ആ ചങ്ങാത്തം ഒരു കുടുംബ ബന്ധമായിട്ട് മാറി, വലിയ സൗഹൃദം. ആ സൗഹൃദത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേക്കുറിച്ച് നമ്മുടെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വകാര്യ മാനേജ്മെൻറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനുയായികൾ സമരം ചെയ്യുകയും തെരുവിൽ രക്തം ചൊരിയുകയും കൂത്തുപറമ്പ് വെടിവെപ്പിൽ വരെ എത്തിച്ചേരുകയും ചെയ്യുന്ന കാലത്ത് അദ്ദേഹം സമർത്ഥമായ രീതിയിൽ തൻ്റെ മക്കളെ സ്വകാര്യ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിപ്പിച്ച് പഠിപ്പിച്ച വിദ്യാഭ്യാസം നേടിയെടുക്കുക മാത്രമല്ല, ഒരു ശരാശരി ബുദ്ധി സാമർഥ്യമുള്ള മകളെ ആ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം രവിപിള്ളയുടെ സ്ഥാപനത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. ഒരു പ്രവൃത്തി പരിചയമില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് മറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഒരാവർത്തന വിരസത പോലെ നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഈ ഒരു തന്ത്രം, ഈ രാഷ്ട്രീയ തന്ത്രം എങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ആ കുട്ടിയോടോ നമുക്ക് വീണ വിജയനോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അങ്ങനെ രവിപിള്ളയ്ക്ക് രാഷ്ട്രീയ ബിസിനസ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിന് അവർ സാമ്പത്തികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആ കുട്ടി ഒരു പരിചയമില്ലാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വളർന്ന കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് പല ചാനലിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഈ ഒരു പുതിയ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ തന്ത്രം എങ്ങനെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാനും വലിയ പ്രശ്നങ്ങളിലേക്ക്, അഴിമതിയിലേക്ക് നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് പറയുകയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ 15ാം എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കാം എന്ന് കരുതുന്നു. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം.